ഹലോ ഗായ്സ്, നമസ്കാരം എല്ലാവർക്കും. കുറേ നാളത്തെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇന്നത്തെ ഈ വീഡിയോ. അതായത് കുറേ നാളായി വിചാരിക്കണം ഒരു ട്രാവൽ വ്ളോഗ് ചെയ്യണമെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം കഴിഞ്ഞ ജനുവരി 16-ാം തീയതി നടി ശ്വേതാ മേനോൻ ഉദ്ഘാടനം നിർവഹിച്ച കണ്ണൂർ ജില്ലയിലെ മയ്യിലിനടുത്ത് പാടിക്കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഏബിൾ വില്ലേജിനെ കുറിച്ചിട്ട് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ മയ്യിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈവനിങ്ങിൽ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നിർവഹിച്ച ഏബിൾ വില്ലേജിലേക്ക് പോകാമെന്ന് കരുതിയിട്ട് നമ്മളങ്ങനെ യാത്ര തുടരുകയാണ്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളൊരു വലിയൊരു കുത്തനെയുള്ള ഒരു ഇറക്കമാണ്. ആ ഇറക്കമൊക്കെ ഇറങ്ങി ഏബിൾ വില്ലേജിൻ്റെ ആ ഒരു എൻട്രൻസിലെത്തുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, എൻട്രൻസൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടറിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു തെയ്യത്തിൻ്റെ അതുപോലെ തന്നെ ആ ഒരു കുറച്ച് രൂപങ്ങളൊക്കെ അവിടെ ഉണ്ട്. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. വളരെ നല്ല ഫോട്ടോസൊക്കെ അവിടെ എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എല്ലാ ആളുകളും വളരെ മനോഹരമായിട്ട് അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നതായിട്ടും കണ്ടു. അതിനുശേഷം നമ്മൾ നേരെ താഴേക്ക് ചെറിയൊരു ഇറങ്ങി പോകുന്ന സമയത്ത് വശങ്ങളിലായിട്ട് നല്ല ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റുകളുണ്ട്. അതൊക്കെ നമുക്ക് വാങ്ങിക്കാം, ഫ്ലവേഴ്സ് വാങ്ങിക്കാം. അപ്പോൾ അതിനുള്ള എല്ലാ നല്ല ഫ്ലവേഴ്സാണ്. വളരെ മനോഹരമായ രീതിയിലുള്ള പൂക്കളും ഒക്കെ ആയിട്ട് വളരെ നല്ല ഒരു ആംബിയൻസാണ്. അതുപോലെ തന്നെ ഒരു കാളയുടെ രൂപം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ നെല്ലിബേബിയെ കാണിച്ചു കൊടുത്തു. അതുവരെ നെല്ലിബേബി ഉറക്കമായിരുന്നു. ആ സമയത്താണ് നെല്ലിബേബിയെ തട്ടി ഉണർത്തിയിട്ട് അത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആൾ ഉറക്കത്തിലായതുകൊണ്ട് ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. അതുപോലെ ടിക്കറ്റ് റേറ്റ് വരുന്നത് മുതിർന്നവർക്ക് 200 രൂപയും 10 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് 100 രൂപയാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് പെറ്റ് സ്റ്റേഷനിലേക്കാണ്. പെറ്റ് സ്റ്റേഷനിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു വഴിയിൽ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. തെയ്യം, കഥകളി, മോഹിനിയാട്ടം, മാർഗംകളി, മറ്റ് ചിത്രങ്ങൾ. അതുപോലെ തന്നെ അതിൻ്റെ വശങ്ങളിലായിട്ട് പപ്പായ കൃഷി ചെയ്തിട്ടുണ്ട്. പപ്പായകൾ ഒരുപാടെണ്ണം അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ആ തുള്ളിത്തുള്ളി വരുന്നുണ്ടല്ലോ, ഇതാണ് എൻ്റെ ഭാര്യ. നെല്ലിബേബിക്ക് ഒട്ടക പക്ഷി കാണിച്ചു കൊടുക്കുകയാണ്. വ്യത്യസ്തം നിറഞ്ഞ 3-4 തരത്തിലുള്ള ഒട്ടകപ്പക്ഷികൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിച്ചു. അതുപോലെ ഇവരുടെ ആർട്ട് വർക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വളരെ മനോഹരമാണ്. നമ്മളൊരു ഗുഹയിലേക്ക് പോകുന്ന ഒരു ഫീലുണ്ട്. അത് മാത്രമല്ല, അത് വ്യത്യസ്തമായ രീതിയിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഓരോ സ്ഥലത്ത് ലൈറ്റിങ് കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്റ്റാച്യു, ഒരു നല്ല ഒരു മനോഹാരിത ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത്. വ്യത്യസ്തത നിറഞ്ഞ ഒരുപാട് പക്ഷികൾ, പാമ്പുകൾ, അതുപോലെ എലി, ഒരുപാട് വ്യത്യസ്ത നിറഞ്ഞ മൃഗങ്ങൾ. പിന്നെ അണ്ടർ വാട്ടർ ടണൽ, ഇതാണ് നിങ്ങൾ കാണുന്നത് അണ്ടർ വാട്ടർ ടണൽ. മത്സ്യങ്ങളാണ് അതിനകത്തുള്ളത്. വലിയ മത്സ്യമാണ്. വ്യത്യസ്തത നിറഞ്ഞ ഒരുപാട് മത്സ്യങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചു. ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഒരു ഗുഹയിലൂടെ പോകുന്ന ഒരു ഫീലാണ് ഉള്ളത്. ഗുഹയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ഫീലാണുള്ളത് ഇവിടെയൊക്കെ. ശേഷം വീണ്ടും പക്ഷി നമ്മളോട് നമ്മൾ പറഞ്ഞാൽ ഹലോ ഒക്കെ പറഞ്ഞാൽ ഹലോ തിരിച്ചു പറയുന്ന ഒരു തരം പക്ഷിയായിരുന്നു അത്. പെറ്റ്സ് കണ്ടു കഴിഞ്ഞു. അതിനുശേഷം
നമ്മൾ മെല്ലെ നടന്നു. നമ്മൾ താഴേക്ക് നടന്നു വരുന്ന സമയത്ത് കാണുന്ന ഹേർട്ട് ഉണ്ടല്ലോ, ഈ ഹേർട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമായിട്ട് തോന്നി. അപ്പോൾ എല്ലാവരും അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ താഴോട്ടേക്ക് പോവാണ്. അതിൻ്റെ സൈഡിലായിട്ട് പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വെറൈറ്റി കേവ് ഉണ്ടായിരുന്നു, അതൊരു കുറച്ച് ഒരു വെറൈറ്റി ആണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾ നേരിട്ട് കാണുന്ന വേണം. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു എൻട്രൻസ് മാത്രം കാണിക്കുകയാണ്. അത് കണ്ടില്ലേ, ബാഹുബലിയുടെ ഒരു പ്രതിമയാണ് അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്, മനോഹരമായിട്ടുണ്ട്. പിന്നെ അവരുടെ തന്നെ സ്വന്തം പശുവുണ്ട്, അവരുടെ തന്നെ സ്വന്തം പശു, അതിൽ നിന്ന് അവർ പാല് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ മറ്റ് പാലുൽപ്പന്നങ്ങളും അവരവിടെ നിന്ന് തന്നെ വിൽക്കുന്നുണ്ട്. നെയ്യ് പോലെയുള്ള പാലുൽപ്പന്നങ്ങൾ അവിടെ നിന്ന് തന്നെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളും ഒരു നെയ്യൊക്കെ വാങ്ങിച്ചു. അതുപോലെ കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്കും സ്വിമ്മിംഗ് പൂളും അവിടെയുണ്ട്. അത് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് അടച്ചിട്ട് വേണം എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ അങ്ങനെ എൻട്രി ചെയ്തതിന് ശേഷം എല്ലാ കാഴ്ചകളും കണ്ട് തിരിച്ച് എക്സിറ്റിലേക്ക് എൻട്രി ചെയ്ത അതേ സ്ഥലത്തേക്ക് തന്നെ എത്തുകയാണ്. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ നമ്മൾ ഇന്ന് കണ്ട ഏബിൾ വില്ലേജ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. താങ്ക്